അപ്പോൾ ഇതിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. മോട്ടിവേഷൻ തന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടില്ലേ? അപ്പോൾ അതിനുശേഷം 2-3 പേര് പറഞ്ഞായിരുന്നു, നമ്മളതൊന്നും തന്നില്ല അല്ലേ മോട്ടിവേഷൻ, നമ്മളൊന്നും തന്നില്ല അല്ലേ. വേറെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ മോട്ടിവേഷനായി കയറി കിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പറയണുണ്ടല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞ് 2 പേര് പറഞ്ഞിട്ടുണ്ട്, 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ അഭിരാമിസ് മാക്കൽ, എൻ്റെ ഫ്രണ്ട് ഫ്രം ബാംഗ്ലൂർ, പിന്നെ അനിച്ച അജയ് ഫ്രം മുംബൈ, ദുതിയ ഫ്രം കൊല്ലം. ഇവരെ അഭിരാമി ഒഴികെ ബാക്കി ആരെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതിൻ്റെ ക്ലോസർ സർക്കിളിൽ പിന്നെ നാരായണൻകുട്ടി ഭയങ്കര സപ്പോർട്ട്, അവരും പറയുന്നുണ്ടായി ഇടാനൊക്കെ. അല്ലാണ്ട് ക്ലോസർ ആയിട്ടുള്ള പിന്നെ ശ്രീകുട്ടിയുണ്ട്, മറ്റേ ലൈഫ് ഓഫ് ഷോർട്ട് ഗേള്, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയാൻ പോയതാണ്. പിന്നെ ലുക്കാച്ചനുണ്ട്, അംജിത്ത് ഉണ്ട്, ഇവരൊക്കെ കുറേ പേരുണ്ട്. പക്ഷെ മെയിനായിട്ട് 3 പേരുണ്ട്. ഒരാളുണ്ട്, അവരെ പേര് പറയുന്നില്ല, പേര് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സപ്പോർട്ടുണ്ട്. അത്ര പേര് കുറേ പേരുണ്ട്, അല്ല ഒരാളുടെ മാത്രമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി പ്ലാൻ ഞാൻ ഓൾറെഡി സെക്കൻഡ് വീഡിയോ എടുത്ത് വെച്ച് എൻ്റെ കയ്യിൽ കുറേ സാധനമുണ്ട്. വീഡിയോ എല്ലാം ഫോണിൽ കിടപ്പുണ്ട്. ദൈവം സഹായിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യും. എൻ്റെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് റെക്കോർഡ് ചെയ്യും. പക്ഷെ ഞാൻ ഒന്നും ഇടൂല. അപ്പോൾ ഇനിയുള്ള ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ പോയ ഒരു വ്ളോഗുണ്ട്. ഞാൻ നാരായണൻകുട്ടി, അവൻ്റെ ചാനലുണ്ട് സാധനം. നാരായണൻകുട്ടി പൈതൽ ഇപ്പോൾ വന്നു. ഇന്ന് കുറച്ച് പരിപാടിയാണ് ട്രിവാൻഡ്രത്ത്. അപ്പം ഇത് മുമ്പത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണേ. ഇപ്പോൾ മുമ്പത്തേന്ന് പറഞ്ഞാൽ കാർത്തികേട്ടൻ്റെ കല്യാണത്തിനും റിസപ്ഷനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ അമ്മയും കൂടെ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എഡിറ്റ് ബാക്കിയുള്ള പഴയതൊക്കെ എടുത്തിടാന്ന് വെച്ചു. കാരണം പഴയതൊക്കെ കുറേ ഉണ്ട്, ഒരുപാട് സാധനം പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഫോണിൽ നിന്ന് ഡിലീറ്റായി, ബാക്കപ്പ് ഇല്ല. പിന്നെ മാക്ബുക്ക് കത്തിപ്പോയി, അതിലെല്ലാം 1 TB അടുപ്പിച്ച് സാധനം ഉണ്ടായിരുന്നത് എല്ലാം പോയി, എല്ലാ വീഡിയോയും പോയി. ആകെ ഉള്ളത് ബാംഗ്ലൂർ പോയത്, ചെന്നൈയിൽ പോയത്, പിന്നെ അല്ലറ ചില്ല സാധനങ്ങളൊക്കെ. അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോയത് ഞാൻ ദൈവം സഹായിച്ച് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പകുതി കണ്ടിട്ട് വാ, അതിനുശേഷമുള്ള ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ബ്ലൂ മലയ്ക്ക് പോവാണ്. ബാക്കി വഴിയെ പറയാം. ചെടി ബാഗ് എടുത്തോണ്ടോ ലുലു മോളിൽ പോകാൻ പറഞ്ഞു. എന്തിനിത്? സൂപ്പർ. പോയി ബാഗ് എടുത്തോണ്ടോ പോ. അത് അങ്ങനെ എടുത്ത് കപ്പലണ്ടി കയറ്റി പോയിട്ടില്ല. ജോലിക്ക് പോണില്ലേ? ജോലിക്ക് ഇത് തപ്പിടും. പിന്നെ പറഞ്ഞു പറഞ്ഞു ടൂ വീലർ വാങ്ങാൻ വന്നല്ലേ ഇവിടെ? അപ്പൊ ഇത്രയും ജനങ്ങൾ ഇതിന്റെ അകത്ത് നിൽക്കേണ്ടടാ. സൂപ്പറാ. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോണുണ്ട്. ഞാൻ ടിവി കണ്ടിട്ടില്ലേ? ടിവി കണ്ടിട്ടുണ്ട്. പിന്നെ ടിവി കണ്ടാ മതി കേട്ടോ. പിന്നെ പാട്ട് ടി വന്നേ കണ്ടു കാണണം. ഓ ശരി, വാ. എല്ലായിടും കാണിച്ചേ മോനെ. വാ വാ വാ. വെയിറ്റ് വലത്തോട്ടെ. ഞാൻ ദശമൂലം. എന്തിനും മനസ്സിലായ ഇത് ഹെൽമെറ്റ് അല്ലേ? ഓ ബുദ്ധിമതി തന്നെ. ബാഗ് വയ്ക്കാം. ഫസ്റ്റ് എങ്ങോട്ട് പോയി? ഞാനേ എപ്പോഴും മനസ്സിൽ ചിലപ്പോ ഒറ്റയ്ക്ക് വരണമെന്ന്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് ഭയങ്കര വീട്ടില് ആരും കൊണ്ടുവരൂലില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് കാണണം. എല്ലായിടത്തും എനിക്ക് ഒറ്റയ്ക്ക് കയറി കാണാൻ. എന്നിട്ട് വൈകുന്നേരം മിണ്ടാതെ ബസ്സിൽ കയറി പോണം. പക്ഷെ വന്നപ്പോ ഒറ്റയ്ക്ക് വരാൻ പറ്റൂല. കണ്ടപ്പോഴേ പേടി. മണി ഫസ്റ്റ് നമുക്ക് ഫുഡ് ഏത് അത്ര. പക്ഷെ വിലക്ക് ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെയല്ലേ? നമ്മൾ റോഡ് സൈഡിൽ 300 അല്ലേ? ഇതൊക്കെ ഇത്തിരി കൂടുതലാണ്. 10-12 മിനിമം. ഞാൻ കേൾക്കണുണ്ട്, പറഞ്ഞു. നമുക്ക് മോളിൽ പോയി എന്തെങ്കിലും വാങ്ങി കുടിക്കാം. എനിക്ക് ആദ്യം അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയി നമുക്ക് ജ്യൂസ് കുടിച്ചാൻ പോവാം.
ഇവിടെയാണ് സൂപ്പർ മാർക്കറ്റ്. എവിടെ എവിടെ എവിടെ? ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇരിക്കുന്നില്ലേ? കേരളം മോനെ എനിക്കൊന്ന് കണ്ടാ മതി. കണ്ടല്ല, എന്തെങ്കിലും വാങ്ങാം. ഫസ്റ്റ് വെള്ളം കുടിക്കാം. ഒന്നും കഴിച്ചില്ലല്ല. ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നില്ലേ? അച്ഛൻ പറയല്ലേ മോ ഇനിയിപ്പോ സമ്മതിക്കില്ലടാ, നീ പോയിട്ട് വാ, വന്നിട്ട് കഴിക്കാം. എന്തായാലും അറിയില്ല, ഞാൻ പറഞ്ഞു വേണ്ട. മൂന്നിടത്തുനിന്ന് കഴിച്ചിട്ട് വരാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു നമുക്ക് പോവാമോ? അപ്പൊ നീ പോയിട്ട് വാടേ, ഞാൻ വരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോ. ആ പറഞ്ഞു ഇല്ല, വയലന്റായി നിൽക്കണം, വേഗം പോ, പോയിട്ട് വന്നിട്ട് കഴിച്ചാൽ പറഞ്ഞോട് ഓടി. എനിക്ക് ചെറുതായിട്ടൊരു 3 നില കയറിക്കോ. ഇതാണ് ടാസ്ക്. പേടിയുണ്ട്. നോക്കട്ടെ, കാല് വെച്ചത് പതുക്കെ വെച്ചത്, 2 കാലം വെച്ചു. പഠിച്ചു ഞാൻ കയറപ്പോൾ എനിക്ക് പേടിയോ? എനിക്ക് ഇത് പഠിപ്പിച്ചിരുന്ന റാണി അമ്മയാണ് എന്റെ പേടി മാറ്റി തന്നു. ഫാമിലിയിലാണല്ലോ ജനിച്ചത്. മാമി എനിക്ക് എല്ലാം സപ്പോർട്ടാണ്. നമുക്ക് ഇത് കാണാം. അവിടെ പോകണ്ട, അവിടെ ഫുഡ് ഉണ്ട് കേട്ടാ. എവിടെ അതല്ലേ എവിടെ മുകളിൽ അവിടെ ഫുഡ് കോർട്ട്. ഇവിടെ ഫാഷൻ സ്റ്റോർ. ഇവിടെയാണ് തുണിയൊക്കെ ഉള്ളത്. കഴിച്ചിട്ടൊന്ന് നോക്കാനാ. കഴിച്ചിട്ട് വരാം. അപ്പൊ കഴിക്കാം. കഴിക്കാം. ഫുഡൊക്കെ കാണിച്ചുതരാമേ. കഴിച്ചില്ലെങ്കിലേ പ്രശ്നം. അപ്പൊ സറി കഴിക്കാൻ പോണെന്ന് പറ. കഴിച്ചിട്ട് വരാം. ആ ശരി. അപ്പൊ പിന്നെ ഞാൻ നാളെന്താ വൈകി പോയത്? എന്തോ കഴിക്കേ? ഫുഡ് എന്താ കഴിക്കേ? ലഘുവായിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഇരിക്കാറുള്ളൂ. അല്ല പൂരി അങ്ങനെയൊക്കെയുള്ളൂ. നോക്കാം, അതെന്നും കഴിക്കുന്നേ. ഊട്ടുപുറ എന്ത് വേണം? മസാല ദോശ, പിന്നെ ഒരു ഉഴുന്ന് വേണം, ചട്നി വേണം, അതൊക്കെ കിട്ടും. ഒരു കട്ലേറ്റ് വെച്ചാൽ ചിക്കൻ കട്ലേറ്റ്. വെജാണ് ഇത്. വേറെ ഇതല്ല. പറഞ്ഞു ഇവിടെ ഓർഡർ കൊടുക്കണ്ടേ? ഓർഡർ അപ്പുറത്താണ് കൊടുക്കുന്നത്. കളക്ട് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് വരാം. ഫുഡ് എടുത്ത് കഴിക്കും. അങ്ങനെ സ്പാനിഷ് മസാല ദോശ. അതാണ് സ്പാനിഷ് മസാല ദോശ. അതമ്മ. ഇത് മൈസൂർ മസാല ദോശ. പറ്റിച്ച് ഞാൻ വലിയ ദോശ ആയിരിക്കും. കഴിച്ചു നോക്ക്. ഇതൊന്നും ആമേ. മേയോണൈസ് നമുക്ക് ഇഷ്ടപ്പെടാതെ എനിക്കറിയില്ല. അതാണ് ഞാൻ തൊടാതെ. അതിൽ ഇത് സാധാരണ മസാല കഴിച്ചില്ല. ഇത് എടുത്ത് കഴിച്ചു നോക്കി. മസാല ഇപ്പുറത്താണ്. ഇത് എടുത്ത് കഴിച്ചോ. പാവം. ഏതോളാം? അപ്പല്ല, അതെന്തായാലും കഴിച്ചാൽ പിന്നെ ഒന്നും തിന്നാൻ പറ്റില്ല. ഇത് കുറച്ച് അല്ല, അത് കുറച്ച് കഴിച്ചോ. ഞാൻ ഇത് ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കിയിട്ടാണ്. അപ്പോൾ കഴിച്ചിട്ട് ഓക്കെ. അപ്പം ഇതാണ് സംഭവം. അവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അമ്മയ്ക്ക് മസാല ദോശ കാണിച്ചു കൊടുത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സ് എടുത്തായിരുന്നു. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പീകോക്ക് ബ്ലൂ ടൈപ്പ് ഒരു സാരി എടുത്ത് കൊടുത്ത് പോസിറ്റീവ് പോയിട്ട് എടുത്ത് കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് എനിക്കൊരു മുണ്ട് വാങ്ങി. മറ്റേ ഇങ്ങനെ വലിച്ചു കെട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെയുള്ള. അതല്ലാണ്ട് എനിക്ക് മുണ്ടെടുക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ ലുലുന്ന് ഞാൻ പാൻറ്റലൂൺസിൽ നിന്നൊരു ഔട്ട്ഫിറ്റ് വാങ്ങിച്ചു കൊടുത്തു. അത് റിസപ്ഷൻ ഇട്ടാൽ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന വീഡിയോയിൽ. ഇതാണ് സംഭവം. ഈ ഡ്രസ്സ് ഇട്ടോടെ അച്ഛന് പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്ത് അത് മതി എന്ന് പറഞ്ഞു. വലിയ കൂടി സാധനമാണെങ്കിൽ അച്ഛൻ എടുക്കില്ല. അച്ഛന് ഇഷ്ടമൊന്നുമില്ല അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. പൈസ ഇറങ്ങണ കണ്ടുകൂടാ. പക്ഷെ ഞാൻ അമ്മയും ഇല്ലെങ്കിലും സ്പെൻഡ് ചെയ്യും, മനസ്സിലായ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കാർത്തികേട്ടന് ഗിഫ്റ്റായിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വിളക്ക്, പൂജാ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങി കൊടുത്തു. ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ കേട്ടോ. അപ്പം ഓക്കെ, ബൈ. കാണാം അടുത്ത വീഡിയോയിൽ. ഇനി ഞാൻ മടിയൊന്നും വന്നില്ലെങ്കിൽ ദൈവം സഹായിച്ചെന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ഇടാം. ശരി, എന്നാൽ പീസ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ, ലവ് യു.